അതിനുശേഷം പിതാവ് നിശ്ചയിച്ചിരിക്കുന്ന സമയത്ത് ഗെത്സമന തോട്ടത്തിൽ തന്റെ ശരീരം പിതാവായ ദൈവത്തിന്റെ ഇഷ്ടത്തിന് വേണ്ടി യാഗമായിട്ട് സമർപ്പിച്ചുകൊണ്ട് ആ പിതാവ് അവന്റെ ശരീരത്തെ യാഗവസ്തുവായിട്ട് ക്രൂശിലേക്ക് അയച്ചു. അതേ പ്രിയപ്പെട്ട സ്വർഗത്തിലെ പിതാവാണ് പുത്രനെ യാഗത്തിലേക്ക് അയച്ചത്. ആ സ്വർഗത്തിലെ പിതാവാണ് യേശുക്രിസ്തുവിനെ യാഗത്തിലേക്ക് അയച്ചത്. അവൻ നമ്മുടെ പാപഭാരം മുഴുവനും ചുമന്ന് നമുക്ക് ഓരോരുത്തർക്കും പകരക്കാരനായിട്ട് ആ ക്രൂശിലേക്ക് കയറിപ്പോകുകയാണ്. കണ്ടോ പ്രിയപ്പെട്ടവരെ, ശരീരമാസകളും അടിയേറ്റ് തകർക്കപ്പെടുമ്പോഴും പഴയ നിയമ കാലഘട്ടത്തിൽ കാളകളെയും ആട്ടുകൊറ്റന്മാരെയും അവര് കണ്ണുകളാക്കി തൊലി ഉരിച്ച് അതിന്റെ രക്തം ഹോമയാഗ പീഠത്തിൽ ഒഴിക്കുമ്പോൾ അതിനെല്ലാം ഉത്തരം എന്താണ്? യേശുക്രിസ്തുവാണ്. അവർ യേശുക്രിസ്തുവിന്റെ തോലുരിക്കുന്നത് പോലെ അവന്റെ ശരീരം ഉരിച്ചു അവനെ അടിച്ച് തകർത്ത് അവന്റെ രക്തം ഇതാ അവിടെ ഒഴിക്കുകയാണ്. യെരുശലേമിൽ അവന്റെ രക്തം പകർക്കപ്പെടുകയാണ്. അതേ പ്രിയപ്പെട്ടെ, ആ പരിശുദ്ധ രക്തം എവിടെയൊക്കെ ഒഴുകിച്ചെന്നുവോ ആ ഒഴുകിച്ചെന്ന രക്തമുള്ള എല്ലായിടത്തും അതിൽ കുളിച്ചവർക്കെല്ലാവർക്കും ഇതാ രക്ഷ കൈവന്നിരിക്കുന്നു. പ്രിയപ്പെട്ടെ, ശരീരം ചെളിപഴിച്ച് വേർപ്പ് കൊണ്ട് നാറുമ്പോൾ നമ്മൾ ഈ കൈത്തോട്ടിലെ വെള്ളത്തിൽ കുളിക്കുന്ന പോലെ ഉപദേശിമാരുടെ നാവിൽ കൊണ്ട് സകല ദേശങ്ങളിലും ആ യേശുക്രിസ്തുവിന്റെ ആ ഗെത്സമനയിൽ നിന്ന് ഇറങ്ങി വന്ന ആ ക്രൂശിക്കപ്പെട്ട യേശുക്രിസ്തുവിന്റെ പരിശുദ്ധ രക്തം ഇതാ ഉപദേശിമാരുടെ നാവിൽ കൂടെ സകല ദേശങ്ങളും പരന്നൊഴുക്കുമ്പോൾ ആ കുഞ്ഞാടിന്റെ രക്തത്തെ കുളിക്കുക. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ അങ്കി എന്താണ്? വെളിച്ചമുള്ളതായിട്ട് തീരട്ടെ. നിങ്ങളുടെ അങ്കി ഇതാ വെണ്മയായിട്ട് തീരേണ്ടതിന് ആ കുഞ്ഞാടിന്റെ രക്തത്തിൽ കുളിപ്പാൻ, വിശ്വാസത്താൽ കുളിപ്പാൻ എല്ലാ ജാതികളെയും വിളിക്കുകയാണ്. അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തത്താൽ നമുക്ക് അതിക്രമങ്ങളിൽ നിന്ന് വീണ്ടെടുപ്പുണ്ട്. അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തത്താൽ നമുക്ക് അതിക്രമങ്ങളിൽ നിന്ന് ആ വീണ്ടെടുപ്പുണ്ടെന്നുള്ള വചനത്തിലൊത്തവണ്ണം പ്രിയപ്പെട്ടവരെ, ആ രക്തനദി ആ യെരുശലേമിൽ നിന്ന് 2000 വർഷങ്ങൾക്ക് മുമ്പ് പാഞ്ഞൊഴുകിയതാണ്. അതിവിടെ ഇതാ മന്നമരി ദേശത്ത്, റാന്നി ദേശത്ത്, ഈ വട്ടാർക്കയം ദേശങ്ങളിൽ എല്ലായിടും ഉപദേശമായിട്ട് നാവിൽ കൂടെ പരന്നൊഴുകുമ്പോൾ നിങ്ങൾ ഇനി എത്ര നാളതിന് എതിർത്ത് നിൽക്കും? പ്രിയപ്പെട്ടവരെ, എതിർത്ത് നിൽക്കല്ല. പുരോഹിതന്മാരെ, നിങ്ങളെ ഈ ജനങ്ങളെ നിങ്ങൾ ഇനി വഞ്ചിക്കല്ല, സ്നാനമേക്കൽ എന്ന് പറഞ്ഞ് അവരെ നശിപ്പിക്കല്ല. എന്നാൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എന്ത് ചെയ്യണ്ടു? യേശുക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി മരിച്ചു എന്ന് വിശ്വസിക്കണം. ആ യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി മരിക്കുമ്പോഴും ദൈവത്തിന് നമ്മളുടെ ശത്രുത നീക്കിപ്പോയി. കണ്ടോ, ആ തിരശീല മുകൾ തൊട്ട് താഴെ വരെയും കീറിപ്പോയിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? മനുഷ്യരോടുള്ള ദൈവത്തിന്റെ പ്രതികാരം നീങ്ങിപ്പോയി. മനുഷ്യരോടുള്ള ദൈവത്തിന്റെ ശിക്ഷാവിധി മാറിപ്പോയി. പാപത്തിന്റെ ശമ്പളം മരണമാണെന്നുള്ള ദൈവകോടതിയുടെ മുമ്പിൽ നമ്മുടെ എല്ലാവരുടെയും പാപങ്ങള് യേശുക്രിസ്തു ഏറ്റെടുത്തത് വഴി, ആ ക്രൂശിലവൻ നമുക്ക് വേണ്ടി മരിച്ചത് വഴി പ്രിയപ്പെട്ട ദൈവത്തിന് ആ സ്വർഗം നമുക്ക് വേണ്ടി തുറക്കപ്പെട്ടു വന്നു. പാപത്തിന്റെ ശമ്പളം മരണമാണെന്നുള്ള ദൈവകോടതിയുടെ മുമ്പിൽ യേശുക്രിസ്തു നമ്മുടെ പാപത്തിന്റെ ശിക്ഷ ഏറ്റത് വഴി ദൈവം പ്രസാദിച്ച് ദൈവത്തിന് മുമ്പിൽ വെച്ചിട്ട് നടിച്ചുവരെ തിരശീല കീറിക്കളഞ്ഞുകൊണ്ട് ഏത് പാപിക്കും ദൈവത്തിലേക്ക് നേരിട്ട് കടന്നു വരുവാൻ യാഗങ്ങളില്ല, ബലികളില്ല, കർമ്മങ്ങളില്ല, ആചാരങ്ങളില്ല, വഴിപാടുകളില്ല, പ്രിയപ്പെട്ട നോയമ്പുകളില്ല, തീർത്ഥാടനങ്ങളില്ല, പദയാത്രകളില്ല, ശരീരത്തെ ദണ്ഡിപ്പിക്കേണ്ട ആവശ്യമില്ല, പണച്ചെലവുമില്ല. യേശുക്രിസ്തു എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു. യേശുക്രിസ്തുവിന്റെ പാപത്തിന്റെ ശിക്ഷയേറ്റെന്ന് ഹൃദയം കൊണ്ട് അംഗീകരിക്കുന്ന ഏവരെയും സ്വർഗത്തിലേക്ക് പ്രവേശിപ്പാൻ തക്കവണ്ണം ദൈവം എന്താണ്? മനുഷ്യരുള്ള ശത്രുത്വം നടിച്ചുവർ ഇടിച്ചു കളഞ്ഞു.